വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നടത്തിയ റാലിയിൽ ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു ഒഴുകിയെത്തിയത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും കൂടി എത്തിയത് പ്രവർത്തകരിൽ ആവേശം വിതറി. വയനാടിന് പുറമെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ UDF പ്രവർത്തകരും കൽപ്പറ്റയിലെ റാലിയിൽ പങ്കെടുത്തു. ദേശീയ അധ്യക്ഷന് പിന്തുണയുമായി കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരും വയനാട്ടിലെത്തിയിരുന്നു. വലിയ വിജയമായ ആദ്യ റാലിക്ക് ശേഷം രാഹുലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു റാലി കൂടി മണ്ഡലത്തിൽ നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പത്രികാ സമർപ്പണത്തിന് ശേഷം രാഹുലും പ്രിയങ്കയും നടത്തിയ റോഡ് ഷോ മലബാറിൽ മാത്രമല്ല കേരളത്തിലുടനീളമുള്ള UDFന്റെ പ്രചരണത്തിന് വലിയ ഊർജ്ജമാണ് പകർന്നത്. ഈ ആവേശം പ്രചരണത്തിന്റെ അവസാന ഘട്ടം വരെ നിലനിർത്താനാണ് മുന്നണിയുടെ നീക്കം. ഇതിനായി വീണ്ടും വയനാട് മണ്ഡലത്തിൽ രാഹുലിന്റെ റോഡ് ഷോ നടത്താൻ ഒരുങ്ങുകയാണ് UDF. ഈ മാസം 16-നോ 17-നോ പരിപാടി നടത്താനാണ് മുന്നണിയുടെ ആലോചന. ഈ തീയതികളിൽ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ പരിപാടിക്ക് ശേഷം രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനാണ് നീക്കം. റോഡ് ഷോയുടെ തീയതി അടുത്ത ദിവസം തന്നെ AICCയുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കും. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇത്തവണ സോണിയാഗാന്ധി കൂടി റാലിയിൽ പങ്കെടുത്തേക്കും. വയനാട് ജില്ലയിലേക്ക് പുറത്തുള്ള മണ്ഡലത്തിന്റെ ഭാഗമായ വണ്ടൂർ, നിലമ്പൂർ ഭാഗത്തായും റോഡ് ഷോ സംഘടിപ്പിക്കും. ലീഗിനെതിരായ BJP നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കുള്ള മറുപടി കൂടിയാവും മലപ്പുറത്തെ റോഡ് ഷോ. അതേസമയം ദേശീയ അധ്യക്ഷനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് വയനാട്ടിലെ UDF നേതൃത്വം. സ്ഥാനാർത്ഥിയുടെ അഭാവം അറിയിക്കാത്ത തരത്തിലുള്ള പ്രചരണത്തിനാണ് മണ്ഡലത്തിൽ UDF നേതൃത്വം നൽകുന്നത്. T. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. വീട് കയറിയുള്ള പ്രചരണ പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും നടക്കുന്നത്. മറുവശത്ത് രണ്ടിടത്ത് ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടുമോ എന്ന വോട്ടർമാരുടെ ആശങ്കയെ പ്രചരണായുധമാക്കാനാണ് LDF ക്യാമ്പ്. അമേഠിയിലും വയനാട്ടിലും ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടുമെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമെന്നാണ് LDF പ്രചരണം. ജയിച്ചാലും വയനാടിനെ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിക്ക് എന്തിന് വോട്ട് ചെയ്യണമെന്നും മണ്ഡലം നിലനിർത്തിയാലും സാധാരണക്കാരന് MP-യെ കാണാൻ എങ്ങനെ സാധിക്കുമെന്നും LDF ചോദിക്കുന്നു. ആരെന്ത് രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നും അത്രയും വോട്ട് അവർക്ക് കുറയുമെന്നുമായിരുന്നു ഈ പ്രചരണങ്ങൾക്കുള്ള കോൺഗ്രസിന്റെ മറുപടി. അമേഠിയിൽ പകരക്കാരിയായി പ്രിയങ്ക ഗാന്ധി വരുമെന്നും വയനാട് MP-യായി രാഹുൽ ഗാന്ധി തുടരുമെന്നാണ് UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നതും പ്രസംഗിക്കുന്നതും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.